സോ ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ എൻമാപ്പ് എന്ന് പറഞ്ഞൊരു ടൂളിനെ പറ്റിയാണ്. അതായത് ഈ സൈബർ സെക്യൂരിറ്റി എൻമാപ്പ് എന്ന് പറഞ്ഞാൽ സൈബർ സെക്യൂരിറ്റിൻ്റെ ഒരു ലങ്സ് എന്ന് വേണമെങ്കിൽ പറയാം. അത്രക്കും അല്ല ഹേർട്ട് എന്ന് വേണമെങ്കിൽ പറയാം. അത്രക്കും എന്താ പറയുക, അത്രക്കും ഒരു ഇമ്പോർട്ടൻസ് ഉള്ളൊരു ഒരു എന്താ പറയുക ഒരു ടൂളാണ് എൻമാപ്പ് എന്ന് പറഞ്ഞൊരു ടൂൾ. അപ്പോൾ ഇതിനെപ്പറ്റി എന്താ പറയുക ഒരു എത്തിക്കൽ ഹാക്കർ ഉറപ്പായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു ടൂളാണ്. അപ്പോൾ നമ്മൾ ഇന്ന് കവർ ചെയ്യാൻ പോകുന്നത് ഇതെന്താണ് ചെയ്യുക, വാട്ട് ഈസ് എൻമാപ്പ് ആൻഡ് ഹൗ എൻമാപ്പ് വർക്ക്സ് ആൻഡ് സം ബേസിക് എൻമാപ്പ് കമാൻഡ്സ്. അപ്പോൾ നമ്മളെങ്ങനെ സ്കാൻ ചെയ്യുന്നത്, അപ്പോൾ അത് സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതെല്ലാം നമ്മളേതായ ഒരു ബേസിക് ലാബ് മെഷീനാണ് നമ്മൾ ചെയ്യുന്നത്. അത് കാണിച്ചു തരാം. ഒരു മിനിറ്റ്, ബ്രൗസർ ക്ലോസ്. ഓക്കെ, ബേസിക് ലാബ് മെഷീനിലാണ് ചെയ്യുന്നത്. ഒരു വിൻഡോസ് 7 ഒരു ലാബ് മെഷീനിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിതിൽ ഫയർവാൾ ഓഫ് ആക്കിയിട്ടുണ്ട്. ഫയർവാൾ എന്ന് പറഞ്ഞാൽ ബേസിക് ഫയർവാൾ നമുക്ക് തുടങ്ങാം. ഫയർവാൾ എന്ന് പറഞ്ഞാൽ ഒരു ഷീൽഡാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു സംഭവം അയക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു പോർട്ട് വഴി അയക്കുന്ന നേരം അതിനെ ബ്ലോക്ക് ചെയ്യും. അപ്പോൾ ഇപ്പോൾ എൻ്റെ ഫയർവാൾ ഓഫാണ്. അപ്പോൾ എനിക്ക് സ്കാൻ നടത്താം. അപ്പോൾ നമ്മൾ ആദ്യം ഫസ്റ്റ് നോക്കേണ്ടത് IP ആണ്. IP നോക്കാനായിട്ട് CMD. ഫയർവാൾ അത്രേ ഉള്ളൂ. ആ ഫയർവാളിലൊരു വാളില്ലേ, ആ വാൾ മീൻസ് എന്താ പറയുക, ആ വാൾ മീൻസ് ഒരു വാളായിട്ട് വർക്ക് ചെയ്യും. നമ്മൾ അയക്കുന്ന പാക്കറ്റ്സ് ഒന്നും അങ്ങോട്ടേക്ക് പോവില്ല, അത് സിസ്റ്റത്തിലേക്ക് എത്തൂല. അതിൻ്റെ മുന്നേ ബ്ലോക്ക് ആക്കി കളയും. സ്പെസിഫിക് ഒരു ഇതിൽ വെച്ചിട്ടുണ്ടാവും, ഇന്ന പാക്കറ്റ്സോ അല്ലെ ഇന്ന സാധനങ്ങൾ മാത്രമേ അയക്കാൻ പാടുള്ളൂ, വേറൊരു സമയത്ത് ഇതാക്കിയാൽ ബ്ലോക്ക് ആണെന്ന് പറഞ്ഞിട്ടുള്ള സംഭവം. അപ്പോൾ ഇതിൽ ഫയർവാൾ ഓഫാണ്. അതാണ് ബേസിക്കലി ഫയർവാൾ എന്ന് പറഞ്ഞാൽ. ഒരു ബേസിക് ഒരു വാൾ, ഒരു പ്രൊട്ടക്ഷൻ, അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മളെ ലാബ് എന്താ പറയുക ഇനോമറേറ്റ് ചെയ്യുന്നത് നമ്മളെ ടെസ്റ്റ് ചെയ്യാനുള്ള ലാബ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. അതിൻ്റെ ലാബിൻ്റെ IP 172.20.10.3 ആണ്. എൻ്റെ മൊബൈൽ ഹോട്ട്സ്പോട്ട് ആയതുകൊണ്ട് അത്ര എന്താ പറയുക ഡിവൈസസ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് കുറച്ച് സ്കാൻസ് നോക്കാം. ഞാൻ കുറച്ച് സ്കാൻസ് ഇതാക്കി വെച്ചിട്ടുണ്ട്, ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബേസിക് സ്കാൻ ഓക്കെ. അല്ല, അതിൻ്റെ മുന്നേ വാട്ട് ഈസ് ബേസിക്കലി എൻമാപ്പ്. അപ്പോൾ എൻമാപ്പ് എന്ന് പറഞ്ഞൊരു ടൂളാണ്. ഓക്കെ, ആ ടൂൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഒരു മിനിറ്റ്, ഈ ഒരു ഇത് മതി. എൻമാപ്പ് എന്ന് പറഞ്ഞൊരു ടൂളാണ്. ആ ടൂള് ഒരു പവർഫുൾ ടൂളാണ്. അത് അത്രക്കും സൈബർ സെക്യൂരിറ്റി ഒരു ഇമ്പോർട്ടൻസ് ഉള്ളൊരു ടൂളാണ്. എൻമാപ്പ് എന്ന് പറഞ്ഞാൽ നെറ്റ്വർക്ക് മാപ്പർ ഈസ് എ പവർഫുൾ ടൂൾ വൈഡ്ലി യൂസ്ഡ് ഓപ്പൺ സോഴ്സ് സ്കാനിങ്. അതായത് ഇത് നമ്മൾ സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കും. അതായത് ഒരു ഡിവൈസിൻ്റെ IP അഡ്രസ്സ് നമ്മൾ അടിച്ചു കൊടുത്തിട്ട് ആ ഡിവൈസിൽ ഏതെല്ലാം പോർട്സ് മീൻസ് എന്ന് പറഞ്ഞാൽ വഴികളാണ്. അതായത് നമ്മളെ വീട്ടിലേക്ക് കയറാൻ ബാക്ക് ഡോർ ഉണ്ടാവും, ഫ്രണ്ട് ഡോർ ഉണ്ടാവും. അതായത് നമുക്ക് വീട്ടിൽ മുന്നിലെ ഡോർ ഉണ്ടാവും, ബാക്കിലെ ഡോർ ഉണ്ടാവും, പിന്നെ കിച്ചണിലെ ഡോർ ഉണ്ട്. അതേപോലെ ഒരു കമ്പ്യൂട്ടറിലേക്ക് കയറാൻ വെവ്വേറെ ഡോർ ഉണ്ടാവും. അപ്പോൾ നമ്മൾ കിച്ചണിലേക്ക് കയറാൻ വേണ്ടി ഒരു കിച്ചണിലെ ഡോറല്ലേ ഉപയോഗിക്കുക. അപ്പോൾ ഓരോ പോർട്ടിനും അതിൻ്റെതായ ഫംഗ്ഷനും ഇതൊക്കെ ഉണ്ടാവും. അത് അസൈൻ ചെയ്തിട്ടുണ്ടാവും. ഓരോ പോർട്ടിൽ ഓരോ സർവീസ് ആയിരിക്കും വർക്ക് ചെയ്യുക. അതായത് ഇപ്പോൾ നമ്മളെ എന്താ ഒരു ഫംഗ്ഷൻ എന്ന് വേണമെങ്കിൽ പറയാം. പോർട്ടിൻ്റെ അല്ല, ആ വാതിലിൻ്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ബേസിക്കലി ബാക്ക് ഡോർ നമ്മൾ കിച്ചൺ ഡോർ യൂസ് ചെയ്യുന്നത് പറഞ്ഞാൽ കിച്ചണിലേക്ക് കയറാനാണ്. അപ്പോൾ ഓരോ ഡോറിനും അതേപോലെ ഓരോ പോർട്ടിനും അതിൻ്റെതായ ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ ആ ഫംഗ്ഷനും അപ്പോൾ ഈ എൻമാപ്പ് ബേസിക്കലി ചെയ്യാന്ന് പറഞ്ഞാൽ, ഇപ്പം ഞാനൊരു ബേസിക് സ്കാൻ ചെയ്തുതരാം. ഫസ്റ്റ് നമ്മൾ ബേസിക് സ്കാൻ ചെയ്യാൻ പോകുന്നത് ബേസിക് സ്കാൻ. അപ്പോൾ സാധാരണ എൻമാപ്പ് സാധാ സ്കാൻ ചെയ്യുകയാണെങ്കിൽ എൻമാപ്പ്, എന്നിട്ട് നമ്മൾ ഇതിൻ്റെ മാത്രം അടിച്ചു വരുന്നത്, IP മാത്രം അടിച്ചു വരുന്നത്. അപ്പോൾ നമ്മളെ വിൻഡോസ് 7 ലാബിൻ്റെ IP നമ്മൾ അടിച്ചു കൊടുക്കാൻ പോകണം ഗൈസ്. അപ്പോൾ നമ്മൾ വിൻഡോസ് 10.3 ആണ് അവിടെ ഉണ്ടായത്. അപ്പോൾ നമ്മൾ എൻമാപ്പ് സ്കാൻ ഇതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അപ്പോൾ ഇതിലിപ്പോൾ നമുക്ക് ഒരു ബേസിക് സ്കാൻ കിട്ടി. അപ്പം നമ്മൾ ഇത് ചെയ്യാന്ന് പറഞ്ഞാൽ പാക്കറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മളെ ചെറിയ ഡാറ്റാസ് ഉണ്ടാവും. ഇങ്ങനെ ഡാറ്റാസ് നമ്മൾ പാക്കറ്റ്സ് ആയിട്ടായിരിക്കും ഓരോ സിസ്റ്റത്തിലേക്കും അയക്കുക. അപ്പം അതാണ് സംഭവം. ഓക്കെ, സോ ഇതിൽ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും MRC അതിനുള്ള ഓരോ സർവീസ്. ഇപ്പോൾ ഈ പോർട്ട് കണ്ട, ഈ പോർട്ട് TCP പ്രോട്ടോക്കോളാണ്. പ്രോട്ടോക്കോളൊക്കെ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി ഡീപ്പായിട്ട് പഠിച്ചാൽ മനസ്സിലാവും. ഓരോ സംഭവം ഇതിപ്പോൾ TCPൻ്റെ ഇപ്പോൾ പോർട്ട് 135 TCP ആണ് ഉള്ളത്.
TCP ആണുള്ളത്. അതിൻ്റെ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഓപ്പൺ ആണ്. കണ്ട, ഞാൻ ഒന്ന് ഒരു മിനിറ്റ്, ഞാൻ ഇത് സൂം ചെയ്ത് കാണിച്ചത് ഗൈസ്. ഞാൻ ഇത് ചാനൽ തുടങ്ങിയിട്ടുള്ളതുകൊണ്ട് കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ കുറച്ച് ഇതുണ്ട്, ഒരു എന്താ പറയുക, ഒരു ബാഡ് ഉണ്ട് എന്നറിയാം. എന്നാലും ഓക്കെ. സോ ഇതിൻ്റെ സ്റ്റേറ്റ് ഓപ്പൺ ആയിരിക്കും. കണ്ട, സ്റ്റേറ്റ് ഓപ്പൺ. എന്നിട്ട് ആ പോർട്ടിൽ നടക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ കിച്ചൺ ഡോറിനാണെങ്കിൽ കിച്ചൺ ഡോറിൽ എന്താ നടക്കുക, അവിടെ നമ്മൾ കുക്കിംഗ് ആണ് സർവീസ്. അതേപോലെ അടുത്ത ഇതിൽ നടക്കുന്നതെന്ന് പറഞ്ഞാൽ MSRPC എന്ന് പറഞ്ഞൊരു സർവീസാണ് അവിടെ റൺ ചെയ്യുന്നത്. സോ ഇതാണ് ബേസിക്കലി എൻമാപ്പിൻ്റെ ഒരു ബേസിക്. നമ്മളൊന്നും ചെയ്തിട്ടില്ല, എൻമാപ്പ് IP അടിച്ചു കൊടുത്ത്. അപ്പോൾ ഇത് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മളെ അപ്പുറത്തെ, അതായത് നമ്മളെ വിക്ടിം മെഷീനിന് ഇത് പോയിട്ടുണ്ട്, കുറേ പാക്കേജ് സെൻഡ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു സ്റ്റെൽത്തിയർ വേയിൽ നമ്മളിപ്പോൾ എന്താ പറയുക, നമുക്കിപ്പോൾ സ്കാൻ ചെയ്യണമെങ്കിൽ എൻമാപ്പ് SN. ഇപ്പോൾ സിൻ സ്കാൻ ആണ്, സിൻ പാക്കറ്റ്സ് ആണ് നമ്മൾ അയക്കുക. നിങ്ങൾ TCP പ്രോട്ടോക്കോളിനെ പറ്റി പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. TCP UDP പ്രോട്ടോക്കോളിനെ പറ്റി പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു 3-way ഹാൻഡ് ഷേക്കാണ് നടക്കുക. അപ്പോൾ 3-way ഹാൻഡ് ഷേക്കിൽ ഫസ്റ്റ് പാക്കറ്റ്സ് ഇങ്ങനെ അയച്ചിട്ട് നോക്കും. അപ്പോൾ SN നമ്മളെ ഇത് ഞാൻ ഒന്ന് കോപ്പി ചെയ്യട്ടെ, ഇത് കോപ്പി ചെയ്ത് വെക്കുന്നത് നല്ലതാണ്. നമ്മളെ വിക്ടിം സിസ്റ്റത്തിൻ്റെ ഇത് എന്താ പറയുക, IP അടിച്ചു കൊടുത്തിട്ട്. അപ്പോൾ ഇത് കുറച്ചും കൂടി എന്താ പറയുക, കുറച്ചും കൂടി സ്റ്റെൽത്തിയർ വേ ആണ്. ഇപ്പം നമുക്ക് സ്റ്റെൽത്തിയർ വേ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ അത്രക്ക് വർണബിൾ ആയ ഒരു മെഷീനാണ്. അപ്പോൾ അത് നമുക്ക് ആവശ്യമില്ല. ഇപ്പം ഇതിലെന്താ കാണിക്കുന്നത്, നൾ സ്കാൻ ടൈം അബൌട്ട് ഹോസ്റ്റ് ഈസ് അപ്പ് ഓൾ സ്കാൻ. അപ്പോൾ ഇതിൽ മെയിനായിട്ട് സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ, നമ്മളെ എൻമാപ്പിൽ നമ്മൾ ഫസ്റ്റ് ഇതാക്കുന്ന എല്ലാവിധ നമ്മൾ ഇതിൽ എത്രയോ 60,000 പോർട്സ് ഉണ്ട്. ആ പോർട്സിൽ നമ്മൾ ഡീഫോൾട്ട് ആയിട്ടുള്ള 1000 പോർട്സ് ആണ് എൻമാപ്പ് ഡീഫോൾട്ട് ആയിട്ട് സ്കാൻ ചെയ്യുക. അതായത് നമ്മളൊന്നും കമാൻഡ്സ് ഒന്നും കൊടുക്കണം. ഇപ്പം നിങ്ങൾക്ക് ഒരു ഇതിലെ എന്താ പറയുക, ഫുൾ എല്ലാ പോർട്ടും സ്കാൻ ചെയ്യണമെങ്കിൽ ഇത് കൊടുത്താൽ ഫുൾ പോർട്സ് സ്കാൻ ആയിട്ട് വരും. കുറച്ച് ടൈം എടുക്കും. ഓക്കെ, ഇത് ടൈം എടുക്കും. അപ്പോൾ നമുക്ക് അത് ആകുന്നവരെ നമുക്ക് അടുത്ത കുറച്ച് സ്കാൻ നോക്കാം. ഇപ്പം എൻമാപ്പ് ഫ്ലാഗ് ST എന്ന് പറഞ്ഞാൽ ഫുൾ TCP സംഭവം നടക്കും. ST നമ്മളെ ഫുൾ TCP ഇത് മൊത്തം നടക്കും അവിടെ. ST എന്ന് പറഞ്ഞാൽ എല്ലാവിധ നമ്മളെ സിൻ പ്രോട്ടോക്കോൾ എന്ന് പറഞ്ഞാൽ SNL എന്ന് പറഞ്ഞാൽ ഫിഷർ. അത് ഞാൻ ഒരു ലാബ് എക്സ്പെരിമെന്റ് നമ്മളെ എന്താ പറയുക, ST എന്ന് പറയുന്നത് ഫുൾ TCP ഇത് സംഭവിക്കും. SN എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു കുറച്ച് പാക്കറ്റ്സ് മാത്രമേ അയക്കുള്ളൂ. ഇത് മൊത്തം ഇത്. അപ്പോൾ SN എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ആ സിങ്ക്രണൈസേഷൻ പാക്കറ്റ് മാത്രമേ അയക്കുള്ളൂ. ഇതിൽ ST എന്ന് പറഞ്ഞാൽ ഫുൾ TCP 3-way ഹാൻഡ് ഷേക്ക് മൊത്തം നടക്കും. അപ്പോൾ SN കുറച്ചും കൂടി സ്റ്റെൽത്തി ആണ്. ഇതാകുമ്പോൾ അവർക്ക് മൊത്തം മനസ്സിലാവും നമ്മൾ അയക്കുന്നത്. പക്ഷേ ഇപ്പോൾ SN പറ്റി ഇപ്പോൾ കുറച്ചും കൂടി അഡ്വാൻസ്ഡ്. അപ്പോൾ ഇത് ജസ്റ്റ് ബേസിക് സംഭവങ്ങളാണ് ഞാൻ കാണിച്ചു തരുന്നത്, വളരെ ബേസിക് ആയിട്ടുള്ള. പിന്നെ നമുക്ക് ഓക്കെ, നമ്മളിപ്പോൾ ഇത്ര സംഭവങ്ങൾ പഠിച്ചു. നമുക്ക് അടുത്തൊരു ഇത് ഇതാക്കാം, സ്കാൻ മൾട്ടിപ്പിൾ ഹോസ്റ്റ്. അപ്പോൾ നമുക്ക് ഇതൊരു നെറ്റ്വർക്കാണ്. അതായത് ഇതിപ്പോൾ എൻ്റെ ഫോണിൻ്റെ ഹോട്ട്സ്പോട്ടിൽ എൻ്റെ ഫോണിന് ഒരു പബ്ലിക് IP ഉണ്ട്. ആ പബ്ലിക് IP എൻ്റെ അടുത്തൊരു റൂട്ടർ ഉണ്ടെന്ന് വിചാരിച്ചോ. അപ്പോൾ ആ റൂട്ടറിന് ഒരു പബ്ലിക് IP ഉണ്ടാവും. ആ റൂട്ടർ എന്ത് ചെയ്യും, എനിക്ക് കുറേ പ്രൈവറ്റ് IP അഡ്രസ്സ് ചെയ്ത് തരും. അപ്പോൾ എൻ്റെ നെറ്റ്വർക്കിലുള്ള, അതായത് എൻ്റെ റൂട്ടറായിട്ട് കണക്ട് ചെയ്ത എല്ലാ ഡിവൈസസിൻ്റെയും എന്താ പറയുക, അപ്പോൾ എൻ്റെ IP റേഞ്ച് എന്ന് പറഞ്ഞാൽ ഇതാണ്. അതായത് ഇത് 3 ഇത്. അപ്പോൾ നമ്മൾ ഒരു നെറ്റ്വർക്കിലുള്ള മൊത്തം ഇത് സെർച്ച് ചെയ്യണമെങ്കിൽ /24 ഇങ്ങനെ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ മൊത്തം എല്ലാവിധ ഏതെല്ലാം ഡിവൈസസ് നമ്മളെ നെറ്റ്വർക്കിലുണ്ടോ അതെല്ലാം കാണാൻ പറ്റും. കാണാം. നമ്മൾ എൻ്റെ ആകെ രണ്ട് ഇത് മാത്രമേ ഉള്ളൂ, 2 ഡിവൈസ് മാത്രമാണ് എൻ്റെ നെറ്റ്വർക്കിലുള്ളൂ. അതുകൊണ്ടാണ് ഇതിങ്ങനെ കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് വേറൊരു സംഭവം. വേറൊരു എന്താ പറഞ്ഞാൽ നമ്മളെ നെറ്റ്വർക്കിലുള്ള എല്ലാവിധ ഇതും കാണിക്കും. എല്ലാവിധ
എല്ലാവിധ ഡിവൈസസും കാണിക്കും നമ്മുടെ നെറ്റ്വർക്കിലുള്ള. അപ്പോൾ അടുത്തൊരു ഇതെന്ന് പറഞ്ഞാൽ യു ഡി പി സ്കാനാണ്. യു ഡി പി സ്കാൻ എന്ന് പറഞ്ഞാൽ വേറൊരു യു ഡി പിൻ്റെ പ്രോട്ടോക്കോൾ യൂസ് ചെയ്തിട്ടുള്ള സ്കാനാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് രണ്ട് എസ് എൻ എസ് ടിയും ടി സി പി സ്കാനാണ്. ഓക്കെ, പിന്നെ നമുക്ക് ഒ എസ് ഡിറ്റക്ഷൻ നോക്കാം. ഒ എസ് ഡിറ്റക്ഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്ന, ഇപ്പം ഞാനൊരു സ്പെസിഫിക് ഐ പി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ യൂസ് ചെയ്യുന്ന സ്പെസിഫിക് ഐ പി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ യൂസ് ചെയ്യുന്ന അല്ല ഞാനെന്നല്ല ആ ഐ പി യൂസ് ചെയ്യുന്ന സിസ്റ്റത്തിനെ പറ്റിയുള്ള എല്ലാ ഇൻഫർമേഷനും, അത് ഏത് ഒ എസ് ആയി യൂസ് ചെയ്യുന്നത്, അത് ഏത് കമ്പ്യൂട്ടറായി യൂസ് ചെയ്യുന്നത്, അതെല്ലാം ഇതാക്കി വെക്കും. ഓക്കെ, അതെല്ലാം ഈ ഗസ് ചെയ്ത് തരും, അല്ലെങ്കിൽ എടുത്തു തരും ഏത് ഒ എസ് ആയി യൂസ് ചെയ്യുന്നത്. അങ്ങനെ ഇപ്പം ഞാൻ കാണിച്ചു തരാം. എസ് എന്നല്ല, ഒരു മിനിറ്റ്, എൻമാപ്പ് ഓ നമ്മളെ ഇതിൻ്റെ പേര്, നമ്മളെ ഡിവൈസ് ഇത് അയച്ചു കൊടുക്കുക. ടിപ്പ് ഇതിൽ കണ്ട ഡിവൈസ് ടൈപ്പ് ജനറൽ പർപ്പസ്, ഇതിൽ മാക് അഡ്രസ്സ് കാണിക്കുന്നുണ്ട്, ഒറാക്കൽ വെർച്വൽ ബോക്സ്, നമ്മളെ വെർച്വൽ ബോക്സ്, ഞാൻ വെർച്വൽ മെഷീനാണല്ലോ റൺ ചെയ്യുന്നത്. പിന്നെ ഒ സി പി പി സി ഓസ് ഡീറ്റെയിൽസ് ഇതാ, വിൻഡോസ് 7, വിൻഡോസ് 11, വിൻഡോസ് 8.1, അത് ഗസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഒരു ഏകദേശം ഒരു ഐഡിയ കിട്ടും ഇത് വെച്ച് നോക്കിയിട്ടുണ്ട്. പക്ഷേ ഇതിപ്പോൾ ഇതെല്ലാം നമുക്ക് എന്താ പറയുക, ഒരു നോർമൽ സ്കാൻസ് ആണ്. എന്താ പറയുക, വലിയൊരു അഗ്രസീവ് ടൈപ്പ് ഓഫ് സംഭവമല്ല. അപ്പോൾ അഗ്രസീവ് സ്കാൻ എങ്ങനെയാണ് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. എൻമാപ്പ് അയ്യോ ഇതെന്താ, ഒരു മിനിറ്റ്, എൻമാപ്പ് ഫ്ലാഗ് എ, എന്നിട്ട് നമ്മളെ ഐ പി അടിച്ചു കൊടുത്താൽ നമ്മളെ ഇത് കഴിഞ്ഞിട്ട് ഇതിപ്പോൾ അഗ്രസീവ് സ്കാൻ ആവുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എന്നാൽ അത് ആടുന്ന ആട്ടെ, അവർ നമുക്ക് നമ്മളെ മറ്റേ ഫുൾ നമ്മൾ നോക്കിയിട്ടില്ലേനാ, എല്ലാവിധ ഫുൾ സ്കാൻ പി എവിടെ, അതാ ഫുൾ എല്ലാ പോർട്ടും സ്കാൻ ചെയ്താണ്ടാ 65,532 65,535 പോർട്സും സ്കാൻ ചെയ്ത് അതിലെല്ലാം ഇഗ്നോർഡ് സ്റ്റാറ്റസ് ആണ്, അതിനകത്തുള്ള ബാക്കി മാക് അഡ്രസ്സ് ക്ലോസ്ഡ്, അങ്ങനെ എല്ലാ സംഭവം കാണിച്ച്. ഓക്കെ, സോ അതാണ് ഇപ്പം വേണ്ട, ഫുൾ പോർട്സ് അത് സ്കാൻ ചെയ്ത്. ഓക്കെ, അത് കഴിഞ്ഞ് ഇനി നമ്മൾ അഗ്രസീവ് സ്കാൻ തന്നെയാണ്. സോ അതാ നമ്മളിപ്പോൾ അഗ്രസീവ് സ്കാൻ ചെയ്തില്ല, അഗ്രസീവ് സ്കാനിൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ട് ഗൈസ്. അഗ്രസീവ് സ്കാൻ, അപ്പോൾ ഈ അഗ്രസീവ് സ്കാനിൽ മൊത്തം എല്ലാം നമ്മളിപ്പോൾ എല്ലാ സ്കാൻ ചെയ്തില്ല. ഒ സ്കാന്, പി സ്കാനിലല്ല, പോർട്സിൻ്റെ ഇതിൽ വരില്ല. പക്ഷെ ബാക്കിയുള്ള എല്ലാവിധ സർവീസസും എല്ലാവിധ സ്ക്രിപ്റ്റും ഡീഫാൾട്ട്, അതായത് സ്ക്രിപ്റ്റ് സ്കാൻ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, അതെല്ലാം ഇതിൽ എന്താ പറയുക ചെയ്തിട്ടുണ്ട്. മൊത്തം എല്ലാം ചെയ്യുന്നത് അത്രയ്ക്ക് അഗ്രസീവ് സ്കാനാണ്. പക്ഷേ ഇത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള സ്കാനാണ്. നമ്മൾ ഒരു വിക്ടമിൽ ചെയ്യുന്നേരം അവർക്ക് എന്തായാലും മനസ്സിലാവും നമ്മളിത് ചെയ്തതിന്, നമ്മളെ ഐ പി എല്ലാം എല്ലാം അവിടെ എല്ലാം എന്താ പറയുക സേവ് ആയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ അടുത്ത സിൻ സ്കാൻ ചെയ്ത് യു ഡി പി സ്കാൻ യു ഡി പി പ്രോട്ടോക്കോൾ വെച്ച് ചെയ്യുന്നതാണ്. പിന്നെ സബ്നെറ്റ് ഞാൻ കാണിച്ചെന്ന് ഉള്ള എല്ലാവിധ നെറ്റ്വർക്കും നമ്മുടെ ഫോണിൽ കണക്ട് ആയിട്ടുള്ള ഹോസ്റ്റും എല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ ഫാസ്റ്റർ സ്കാൻ, അപ്പോൾ ടൈമർ ഉണ്ട് 4 seconds അങ്ങനത്തെ, അതായത് ടി കാണിച്ചു തരാം. ടൈമർ എന്നെല്ലാം തോന്നുന്നുണ്ട്, വിട്ടെ സ്പ്ലിറ്റ് ചെയ്ത് ഓഫാക്കാം. ഓക്കെ പോരാ. സോ ഗൈസ്, അപ്പോൾ സ്കാൻ മൾട്ടിപ്പിൾ അസിസ്റ്റ്, പിന്നെ അടുത്ത സ്കാനോ എല്ലാ പോർട്സിനെയും കാണിച്ചു തന്ന്. പിന്നെ നമുക്ക് എങ്ങനെ ഇപ്പം നമുക്കിപ്പോൾ ഈ ഇതെല്ലാം റിസൾട്ടെല്ലാം ഫോർ എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഞാൻ ഇപ്പോൾ ഈ സംഭവം ചെയ്തിട്ട് ഈ അഗ്രസീവ് സ്കാൻ ചെയ്ത് ഓൺ, ഇപ്പം ഞാൻ ഫ്ലാഗ് ഓൺ test3.txt അപ്പം ഞാൻ ഇത് ചെയ്യുന്ന സംഭവം ഒരു ഫയലിലേക്ക് വരും. ഇത് ചെയ്യണ്ട, ഒരു മിനിറ്റ്, ഈ സ്കാൻ ചെയ്ത് ഇപ്പം നടക്കൂല, ഒരു മിനിറ്റ്.
അപ്പൊ ഇനി LS അടിച്ചിട്ട് ഇപ്പൊ നമ്മളെല്ലാ പോർട്ടും സ്കാൻ ആയിക്കും. ഇപ്പൊ LS അടിച്ച് നോക്കിയിട്ട് നമ്മള് ടെസ്റ്റ് 3 ഡോട്ട് ഇപ്പൊ ഞാൻ ടെസ്റ്റ് 3.txt ഇപ്പൊ നമ്മള് ആ സ്കാനിൽ നടന്ന എല്ലാവിധ സാധനവും അത് ഫയലിലേക്ക് സേവ് ആയി. അപ്പൊ അതാണ് ഓൺ കമാൻഡിൽ നമ്മൾ യൂസ് ചെയ്ത സംഭവിക്കും, സ്കാൻ യൂസ് ചെയ്യാം. അപ്പൊ നമ്മള് വേറൊരു സംഭവം പറയാനുള്ളത്, നമ്മൾ ഏതൊരു ടൂൾ ഇതാക്കിയാലും ആദ്യം കൺട്രോൾ ഫ്ലാഗ് അടിച്ചാൽ ഇതിലുള്ള എല്ലാവിധ സംഭവം ഇതിനെ പറ്റിയുള്ള എല്ലാവിധ നിങ്ങൾക്ക് വേണ്ട ഹെൽപ്പ് മൊത്തം ഇതിലുണ്ടാവും. കണ്ട ഇതിൽ ഫുൾ എല്ലാം നിങ്ങൾക്ക് വേണ്ട എന്തെല്ലാമാണോ, ഫയർവാൾ ബൈപ്പാസിങ് ഉണ്ട്, എല്ലാം ഉണ്ട് ഇതിൽ. അപ്പം നമുക്ക് ലാസ്റ്റ് ആയിട്ട് നമുക്ക് ഇനി സ്ക്രിപ്റ്റ് സ്കാനും കൂടി നോക്കാം. nmap ഫ്ലാഗ്, നമ്മൾ സ്ക്രിപ്റ്റ് സ്കാനിന് 2 ഫ്ലാഗ് സ്ക്രിപ്റ്റ്സ് സോ ഗൈസ് അപ്പം നമ്മളെ ഇന്ന് ഫസ്റ്റ് പാർട്ടിൽ ഇത്രയേ ഉള്ളൂ. അപ്പം ഞാൻ ഇത് ഫസ്റ്റ് ആയിട്ടാണ് ഒരു ട്യൂട്ടോറിയൽ വീഡിയോയിൽ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ കുറച്ച് തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടാവും, നിങ്ങളെല്ലാവരും ക്ഷമിക്കുക. സോ ബേസിക്കലി ഇതാണ് സംഭവം. ഇതാണ് കുറച്ച് ബേസിക് എന്താ പറയുക സ്ക്രിപ്റ്റ് സ്കാൻസ് എന്നല്ല, ബേസിക്കലി ഇതാണ് കുറച്ച് nmap സ്കാൻസ് നമ്മളെ nmapലുള്ളത്. ഇപ്പം nmap എന്താണ്? ബേസിക്കലി nmap ഈസ് എന്താ പറയുക ഒരു സ്കാനിങ് ഡിവൈസ് ആണ്. അത് എല്ലാവിധ പോർട്സിലും സ്കാൻ ചെയ്യും. ആ പോർട്സിൽ ഏതെല്ലാം സർവീസ്, അത് പോർട്ട് ഓപ്പൺ ആണോ ക്ലോസ് ആണോ. ഇപ്പോൾ ഓപ്പൺ ആണെങ്കിൽ മാത്രമാണ് അതിൽ ഏത് സർവീസ് റൺ ചെയ്യുന്നത് നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പം അത് കണ്ടുപിടിക്കുന്ന ഒരു ടൂളാണ്. ഇതിൽ സൈബർ സെക്യൂരിറ്റി ഡൊമൈനിൽ ഭയങ്കര ഒരു ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ടൂളാണ് nmap. എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. അപ്പം നെക്സ്റ്റ് പാർട്ടിൽ നമ്മൾ സ്ക്രിപ്റ്റ് സ്കാനിനെ പറ്റി നോക്കുന്നതായിരിക്കും, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നോക്കുന്നതായിരിക്കും. സോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. കുറച്ച് മിസ്റ്റേക്സ് ഒക്കെ ഉണ്ട്.